KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. 20ാമത് ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ മത്സരത്തിൽ ഇന്ത്യയുടെ പ്രതിനിധി മഅദിൻ വിദ്യാർത്ഥി തിങ്കളാഴ്ച മാറ്റുരക്കും. ദിവസവും 1100ഓളം പേർക്ക് ഇഫ്താർ വിരുന്നൊരുക്കി മുഹിമ്മാത്തിന്റെ കാരുണ്യസ്പർശം. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മലയാള പ്രഭാഷണ വേദിയിൽ ഡോക്ടർ ഹക്കീം അസ്ഹരി ഇന്ന് പ്രഭാഷണം നടത്തും. കാന്തപുരം ഉസ്താദ് അടക്കം പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. തത്സമയം KMICയിൽ വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടും. വിപുലമായ പദ്ധതികൾക്ക് രൂപം നൽകും. മന്ത്രി KT ജലീൽ. പെരുമ്പാവൂർ ജിഷ വധക്കേസ്. കൊലയാളിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് ബംഗാളി സുഹൃത്ത് ജിഞ്ചൽ. പ്രതി കാക്കനാട് ജയിലിൽ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല UDF ചെയർമാൻ പദവി ഏറ്റെടുക്കും. ഗുജറാത്തിലെ ഗുൽബർഗ് കൂട്ടക്കൊല. 11 പ്രതികൾക്ക് ജീവപര്യന്തം. പ്രസവത്തോടനുബന്ധിച്ചുള്ള മരണനിരക്ക് കൂടിവരുന്നതായി ലോകാരോഗ്യ സംഘടന. ഓരോ 5 മിനിറ്റിലും ഒരു ഗർഭിണി വീതം മരണപ്പെടുന്നു. വാർത്തകൾ വിശദമായി. 20ാമത് ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ മത്സരത്തിൽ 7 പ്രതിഭകളോടൊപ്പം ഇന്ത്യയുടെ പ്രതിനിധി മഅദിൻ വിദ്യാർത്ഥി ഈ മാസം 20-ന് തിങ്കളാഴ്ച മാറ്റുരക്കും. മലപ്പുറം സ്വലാത്ത് നഗർ മഅദിൻ അക്കാദമി തിരുമുറ്റത്ത് നിന്ന് ഇന്ത്യയുടെ പ്രതിനിധിയായി ദുബായ് ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി മത്സരത്തിനെത്തുന്നത്. ഇരു കണ്ണിനും കാഴ്ചയില്ലാത്ത മുഹമ്മദ് ത്വാഹ മഹബൂബ് എന്ന വിദ്യാർത്ഥിയാണ് ഈ ഭാഗ്യവാൻ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് അന്ധനായ വിദ്യാർത്ഥി പങ്കെടുക്കുന്നത്. ഖുർആൻ മുഴുവനും അകക്കണ്ണിനാൽ മനഃപ്പാടമാക്കിയ വിദ്യാർത്ഥിയെ വിമാനത്താവളത്തിൽ ഹോളി ഖുർആൻ കമ്മിറ്റി പ്രതിനിധികൾ ചേർന്നാണ് സ്വീകരിച്ചത്. തിരൂർ അടുത്ത ഓമച്ചപ്പുഴ വരിക്കോട്ടിൽ അബ്ദുള്ള മറിയം ദമ്പതികളുടെ 4 മക്കളിൽ രണ്ടാമനാണ് മുഹമ്മദ് ത്വാഹ മഹബൂബ്. മഅദിൻ പെരുമ്പറമ്പ് ദഅ്വ വിദ്യാർത്ഥിയായ അനുജൻ ഹസനും അന്ധനാണ്. മഅദിൻ അക്കാദമിയുടെ തണലിൽ സയ്യിദ് ഖലീലുൽ ബുഖാരിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ 1-ാം ക്ലാസ് മുതൽ പഠിച്ച് ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞതിന്റെ അതിരറ്റ സന്തോഷത്തിലാണ് മുഹമ്മദ് ത്വാഹ. മഅദിൻ നൽകുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഫലമായി ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് ബ്രെയിൽ ലിപിയിൽ പ്രാവീണ്യം നേടിയാണ് ഖുർആൻ പഠനത്തിന് മുതിർന്നത്. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയുടെ മത്സരത്തിന്റെ ക്ഷണം മഅദിൻ അക്കാദമിക്ക് ലഭിച്ചപ്പോൾ മുഹമ്മദ് ത്വാഹ മഹബൂബിനെയാണ് പരിഗണിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ ഖുർആൻ പഠനത്തിന് കൂടുതൽ താൽപര്യമുണ്ടായതിനാൽ മനഃപ്പാടമാക്കാൻ 4-ാം ക്ലാസ് മുതൽ ബ്രെയിൽ ലിപിയിലുള്ള മുസ്ഹഫ് ഉപയോഗപ്പെടുത്തി. 3.5 വർഷം കൊണ്ട് ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കി ഹാഫിളായി. അധ്യാപകരുടെ പ്രോത്സാഹനം വഴി അറബിക്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകൾ ഈ സമയത്ത് തന്നെ സ്വായത്തമാക്കി. ഒഴിവു സമയത്തിലെ ഹോബി പ്രസിദ്ധരായ ഖാരിഇങ്ങളുടെ ഖുർആൻ പാരായണ ശൈലി കേൾക്കലും ബുർദ പാടലുമാണ്. പിതാവ് പഠനവിഷയത്തിൽ നല്ല ഊർജ്ജം നൽകി. ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ മത്സരിക്കാനും കഴിവ് തെളിയിക്കാനും മഅദിൻ വഴി അവസരം കിട്ടിയ മുഹമ്മദ് ത്വാഹ മഹബൂബിന് ആദ്യമായാണ് രാജ്യത്തിന്റെ പുറത്ത് മാറ്റുരക്കാൻ അവസരം കിട്ടിയത്. 1100ഓളം വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുകയും അത്തായം കഴിക്കുകയും ചെയ്യുന്ന അപൂർവ കാഴ്ചയാണ് പുത്തിഗെ മുഹിമ്മാത്ത് നഗരിയിൽ എല്ലാ ദിവസവും. നാട്ടുകാരുടെയും സ്നേഹജനങ്ങളുടെയും സഹായത്താൽ വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവമൊരുക്കി വിശുദ്ധ റമളാനിന്റെ പുണ്യം നേടാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് മുഹിമ്മാത്ത്. മുഹിമ്മാത്തിന്റെ പ്രധാന സ്ഥാപനങ്ങളെല്ലാം റമളാനിലും തുറന്നു പ്രവർത്തിക്കുന്നതിനാൽ ഇവരുടെ നോമ്പുതുറ, രാത്രി ഭക്ഷണം, അത്താഴം തുടങ്ങിയ സൌകര്യങ്ങൾ സ്ഥാപനം ഒരുക്കിക്കൊടുക്കുന്നു. പിഞ്ചുകുട്ടികളടക്കം നോമ്പ് പിടിച്ച് സന്ധ്യയോടെ പ്രാർത്ഥനകളുമായി ഇഫ്താറിനായി ഒരുമിച്ചുകൂടുന്നത് നയനാനന്ദകരമായ കാഴ്ചയാണ്. നോമ്പുതുറ വിഭവങ്ങൾ സംഭാവനയായി സ്ഥാപനത്തിലെത്തുന്നു. ഈത്തപ്പഴം, ഫ്രൂട്ട്സ്, സർബത്ത്, പത്തിരി, കറി വിഭവങ്ങൾ തുടങ്ങിയവ നൽകി നാട്ടുകാരും സ്ഥാപന സ്നേഹികളും സംരംഭത്തിൽ പങ്കാളികളാവുന്നു. റമളാനിന്റെ അവശേഷിക്കുന്ന ദിവസങ്ങളിൽ കൂടി കൂടുതൽ പേർക്ക് ഈ സംരംഭത്തിൽ പങ്കാളിത്തം വഹിക്കാൻ അവസരം ലഭിക്കുമെന്ന് മുഹിമ്മാത്ത് ഭാരവാഹികൾ അറിയിച്ചു. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മലയാള പ്രഭാഷണ വേദിയിൽ SYS സംസ്ഥാന സെക്രട്ടറിയും മർക്കസ് ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ പ്രഭാഷണം ഇന്ന് നടക്കും. പ്രഭാഷണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. സന്തുഷ്ട ജീവിതത്തിന്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്ന വിഷയത്തിലാണ് പ്രഭാഷണം.
നാളെ രാത്രി 10-ന് ഖിസൈസ് മുഹൈസിന മദീന മാളിന് പിൻവശത്തുള്ള ഇന്ത്യൻ അക്കാദമി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെ റമളാൻ അതിഥി, SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തുടങ്ങിയ പ്രമുഖർ സംഗമത്തെ ധന്യമാക്കും. മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമരംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യവുമുണ്ടാകും. റമളാനിൽ ഖുർആൻ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദുബായ് ഗവൺമെന്റ് 20 വർഷമായി നടത്തിവരുന്ന സംരംഭമാണ് ഹോളി ഖുർആൻ അവാർഡും അനുബന്ധ പരിപാടികളും. പ്രബോധനം, പ്രഭാഷണം, എഴുത്ത്, അധ്യാപനം തുടങ്ങിയ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ ഇടപെടലുകൾ നടത്തുന്ന യുവ പണ്ഡിതനായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ പ്രഭാഷണം ശ്രവിക്കാൻ ദുബൈയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും ആയിരങ്ങളെത്തുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ മുസ്തഫ താരിമി വിളയൂർ പറഞ്ഞു. മർക്കസ്, ICF, RSC സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയത്. സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പ്രഭാഷണത്തിന്റെ വിവിധ തരത്തിലുള്ള പ്രചാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നുവരികയാണ്. സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രചാരണത്തിന് ഉണ്ടാക്കിയ മൊബൈൽ ആപ്പ് നിരവധി പേർ ഉപയോഗപ്പെടുത്തി. പ്രഭാഷണം കേൾക്കാൻ എത്തുന്നവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങളും CCTV സൌകര്യവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ദുബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രഭാഷണവേദിയിലേക്ക് വൈകുന്നേരം 6 മുതൽ പ്രത്യേക വാഹന സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാഷണം ശ്രവിക്കാനെത്തുന്നവർക്ക് കുടിവെള്ളത്തിനും ശീതളപാനീയങ്ങൾക്കും സൌകര്യവും ദുബായ് RSCയുടെ നേതൃത്വത്തിൽ വണ്ടിയർമാരുടെ സേവനവും ലഭ്യമാകും. വിശദവിവരങ്ങൾക്ക് 0429739999 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വിശ്വാസിയുടെ വിളവെടുപ്പ് കാലം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ആചരിക്കുന്ന റമളാൻ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള SYS മൊഗ്രാൽ പുത്തൂർ സർക്കിൾ റമളാൻ പ്രഭാഷണത്തിന് ചൌക്കിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പ്രമുഖ ഖുർആൻ പ്രഭാഷകനും യുവ പണ്ഡിതനും ആനുകാലിക എഴുത്തുകാരനുമായ TC അബ്ദുൽ ഹക്കീം സഖാഫി ആക്കോട് സൂറത്തുൽ സൽസല വിശദീകരിച്ച് പ്രഭാഷണം നടത്തും. 1-ാം ദിവസം SYS കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് PS ആറ്റക്കോയ തങ്ങൾ ബാഹസൻ തങ്ങളും തിങ്കളാഴ്ച സയ്യിദ് ഫക്രുദ്ദീൻ ഹദ്ദാദ് തങ്ങളും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടാൻ തീരുമാനിച്ചെന്ന് വഖഫ് ബോർഡിന്റെ ചുമതലയുള്ള തദ്ദേശഭരണ മന്ത്രി ഡോക്ടർ KT ജലീൽ പറഞ്ഞു. നിലവിലുള്ള 22 പോസ്റ്റുകളിലും ഭാവിയിലുണ്ടാകുന്ന പോസ്റ്റുകളിലും PSC വഴിയാവും നിയമനം നടത്തുകയെന്നും മന്ത്രി പറഞ്ഞു. വഖഫ് വസ്തുക്കളുടെ സർവേ നടത്തുന്നതിന് നിയമിച്ചിട്ടുള്ള സർവേ കമ്മീഷന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ തുക ബജറ്റിൽ വകകൊള്ളിക്കും. വഖഫ് ബോർഡിനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സോഷ്യൽ വെൽഫെയർ ഗ്രാന്റ് വർദ്ധിപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വഖഫ് മന്ത്രിയുടെ പ്രത്യേകം രൂപീകരിക്കുന്ന റിലീഫ് ഫണ്ട് ബോർഡിൽ വിവിധ ആവശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ വിപുലമായ പദ്ധതികൾ രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ജുഡീഷ്യൽ റിമാൻഡിൽ. പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയില്ല. പ്രതിയെ കാക്കനാട്ടുള്ള എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റി. കോടതി അമീറിനോട് ചോദിച്ചത് 2 ചോദ്യങ്ങൾ. പോലീസ് മർദ്ദിച്ചോ, നിയമസഹായം ആവശ്യമുണ്ടോ? അമീറുൽ കോടതിയിൽ ശബ്ദിച്ചതും ഈ ചോദ്യങ്ങളോട് മാത്രം. ദ്വിഭാഷി മറുപടി കോടതിക്കായി പരിഭാഷപ്പെടുത്തി. പ്രതിക്കെതിരെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ ബോധിപ്പിച്ചു. നിയമസഹായവേദി അമീറുലിന് കോടതിയിൽ അഭിഭാഷക സേവനം ലഭ്യമാക്കിയിരുന്നു. അഡ്വക്കേറ്റ് P. രാജനാണ് പ്രതിക്കുവേണ്ടി ഹാജരായത്. പ്രതീക്ഷിച്ച പോലെ തന്നെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് കൊണ്ട് കോടതി നടപടികൾ പൂർത്തീകരിച്ച് മജിസ്ട്രേറ്റ് ഉത്തരവും പുറപ്പെടുവിച്ചു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് പ്രതിയെ കാക്കനാട്ട് ജയിലിലേക്ക് അയച്ചു. തിരിച്ചറിയൽ പരേഡ് നടത്തി അമീറുലിനെ പ്രതിസ്ഥാനത്ത് ഉറപ്പിക്കുക എന്നതാണ് പോലീസിന് മുന്നിൽ ഇനിയുള്ള ഏറ്റവും വലിയ ദൌത്യം. ഇതിനായി പ്രതിയെ ഇനി കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം. കസ്റ്റഡി അപേക്ഷ നാളെ തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിക്കും. ജിഷ വധക്കേസിലെ പ്രതി അമീറുലിനെ കാഞ്ചീപുരത്ത് തിരിച്ചറിഞ്ഞത് ഉറ്റ സുഹൃത്ത് ജിഞ്ചൽ. കൊലപാതകത്തെ തുടർന്ന് പെരുമ്പാവൂരിൽ നിന്ന് കടന്നു കളഞ്ഞ അമീറുലിനെക്കുറിച്ച് നിർണായക വിവരങ്ങൾ പോലീസിനെ കൈമാറിയതും ജിഞ്ചൽ തന്നെയാണ്. അമീറുലിനെ തിരിച്ചറിയാൻ ഫോട്ടോയോ മറ്റ് അടയാളങ്ങളോ പോലീസിനുണ്ടായില്ല. അവിടെയാണ് ഉറ്റ സുഹൃത്ത് ജിഞ്ചൽ തുണയായത്. കൊലപാതകത്തിന് ശേഷം ഇവിടെ നിന്ന് കടന്നു കളഞ്ഞവരെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് പോലീസ് ജിഞ്ചലിലേക്ക് എത്തുന്നത്. ജിഞ്ചലാണ് അമീറുൽ ആസാമിലേക്ക് കടന്ന വിവരവും പോലീസിനെ അറിയിക്കുന്നത്. ആസാമിൽ പോലീസ് അന്വേഷിച്ചെത്തുമ്പോഴേക്കും അമീറുൽ കാഞ്ചീപുരത്ത് ജോലി സമ്പാദിച്ച് അവിടേക്ക് തിരിച്ചിരുന്നു. ഈ മാസം 7-ന് കാഞ്ചീപുരത്തെത്തിയ അമീറുൽ
9 അവിടെ ജോലിയിൽ കയറി. പെരുമ്പാവൂരിൽ നിന്ന് മടങ്ങുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത അമീറുലിന്റെ മൊബൈൽ ഫോൺ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയതോടെയാണ് സൈബർ പോലീസ് ഇയാൾ കാഞ്ചീപുരത്തെത്തിയതായി തിരിച്ചറിഞ്ഞത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MJ സോജൻ, KA മുഹമ്മദ് അഷ്റഫ്, PP സുനിൽകുമാർ, M ഹബീബ് എന്നിവരുൾപ്പെട്ട സംഘം ജിഞ്ചലുമുത്ത് കാഞ്ചീപുരത്തേക്ക് തിരിച്ചു. 4 ദിവസം അവിടെ പല കമ്പനികളിലും പരിശോധിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. ഒടുവിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഒരു വൻകിട ഇലക്ട്രോണിക്സ് കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുന്ന തൊഴിലാളികൾക്കിടയിൽ നിന്ന് അമീറുലിനെ ജിഞ്ചൽ തിരിച്ചറിഞ്ഞത്. തുടർന്ന് ജിഞ്ചൽ അമീറുലിനടുത്തെത്തി സംസാരിച്ചു. ഇതിനിടെ പോലീസ് എത്തിയതോടെ ഇയാൾ ചെറുത്തുനിന്നു. ഒടുവിൽ കീഴടങ്ങി. മദ്യത്തിനടിമയായ അമീറുൽ പെരുമ്പാവൂരിലായിരുന്നപ്പോൾ സ്ഥിരമായി ജോലിക്ക് പോയിരുന്നില്ലെന്നും ജിഞ്ചൽ പോലീസിന് മൊഴി നൽകി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല UDF ചെയർമാൻ പദവി ഏറ്റെടുക്കും. മുന്നണി ചെയർമാനാകാൻ കഴിയില്ലെന്ന് ഉമ്മൻചാണ്ടി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതിനെ തുടർന്നാണ് ചെന്നിത്തല ചുമതല ഏറ്റെടുക്കുന്നത്. ഇതിന് കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയതായി ഡൽഹിയിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കണ്ട ശേഷം ചെന്നിത്തല പറഞ്ഞു. UDF ചെയർമാൻ സ്ഥാനം ഉമ്മൻചാണ്ടി ഏറ്റെടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് തന്നെയാണ് UDFന്റെ എപ്പോഴത്തെയും ചെയർമാൻ. അങ്ങനെയാണ് അതിന്റെ ഒരു പരമ്പരാഗതമായി തന്നെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത്തവണ ഞാനാണ് ഉമ്മൻചാണ്ടി ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ ആ സ്ഥാനത്ത് തുടരും. അതേസമയം കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ 50 പ്രമുഖ നേതാക്കളുമായി അടുത്ത മാസം ആദ്യവാരം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രമേശ് ചെന്നിത്തലയുമായി നടത്തിയ ചർച്ചയിൽ പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് ചർച്ചയുടെ സമയം അറിയിച്ചത്. സംഘടനാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ ഡൽഹിക്ക് ജൂലൈ ആദ്യവാരം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചു. ജൂലൈ ആദ്യവാരം ആ മീറ്റിംഗിൽ വെച്ച് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു. 2002 ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിൽ 11 പ്രതികൾക്ക് ജീവപര്യന്തം, 12 പേർക്ക് 7 വർഷത്തെ തടവും ഒരാൾക്ക് 10 വർഷത്തെ തടവും അഹമ്മദാബാദ് പ്രത്യേക കോടതി വിധിച്ചു. അതേസമയം വിധിയിൽ നിരാശയുണ്ടെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും ഇരയായവരുടെ ബന്ധുക്കൾ പറഞ്ഞു. കൂട്ടക്കൊല പരിഷ്കൃത സമൂഹ ചരിത്രത്തിലെ കറുത്ത ദിനമെന്ന് നിരീക്ഷിച്ചാണ് അഹമ്മദാബാദ് പ്രത്യേക കോടതി ജഡ്ജി PB ദേശായി ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. കൊലപാതകം, സാമുദായിക സൌഹാർദ്ദം തകർക്കൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം ഉണ്ടാക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തപ്പെട്ട 11 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. വധശ്രമം, മതസ്പർദ്ധ വളർത്തൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട 12 പേർക്ക് 7 വർഷത്തെ തടവ് ശിക്ഷ. ഇതിൽ വിശ്വഹിന്ദു പരിഷത്ത് നേതാവ് അതുൽ വൈദിയും ഉൾപ്പെടുന്നു. ഒരാൾക്ക് 10 വർഷത്തെ ശിക്ഷയും കോടതി വിധിച്ചു. അതേസമയം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 69 പേർ കൊല്ലപ്പെട്ട കേസ് ഇന്നത്തോടെ അവസാനിക്കില്ലെന്നും വിധി നീതിപൂർവകമല്ലെന്നും കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട മുൻ കോൺഗ്രസ് MP എഹ്സാൻ ജാഫരിയുടെ വിധവ സാക്കിറ ജാഫരി പറഞ്ഞു. ഇന്ത്യയിൽ പ്രസവത്തോടനുബന്ധിച്ചുള്ള മരണനിരക്ക് കൂടിവരുന്നതായി ലോകാരോഗ്യ സംഘടന. ഗർഭാവസ്ഥയിലും കുഞ്ഞിന് ജന്മം നൽകിക്കഴിഞ്ഞും ഓരോ 5 മിനിറ്റിലുമായി ഓരോ സ്ത്രീ വീതം മരണപ്പെടുന്നുണ്ട്. പ്രസവത്തോടനുബന്ധിച്ച് ഒരു വർഷം 5,29,000 മരണം നടക്കുന്നുണ്ട്. ഇതിൽ 1,36,000 നടക്കുന്നതും ഇന്ത്യയിലാണെന്നും ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തുന്നു. 3-ൽ 2 മരണങ്ങളും പ്രസവത്തിന് ശേഷമാണ് നടക്കുന്നത്. പ്രസവത്തോടനുബന്ധിച്ചുള്ള രക്തസ്രാവമാണ് കൂടുതലും മരണങ്ങൾക്കും കാരണമാകുന്നത്. പ്രസവത്തിന് ശേഷം ആദ്യ 24 മണിക്കൂറിനുള്ളിൽ 500 മില്ലി മുതൽ 1000 മില്ലിയിലധികം രക്തം പോകുന്നത് പോസ്റ്റ്മോർട്ടം ഹേമറേജായി കണക്കാക്കപ്പെടുന്നു. പോസ്റ്റ്മോർട്ടം ഹേമറേജ് മൂലമുള്ള മരണനിരക്ക് കൂടുന്നതിനാൽ തന്നെ പ്രസവാനുബന്ധമായുള്ള മരണനിരക്ക് 5 കുറയ്ക്കുക എന്നതിന് ഇത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 1,00,000 ജനങ്ങൾ ഉണ്ടാകുമ്പോൾ 167 മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. പ്രസവാനുബന്ധ മരണനിരക്ക് ഏറ്റവും കൂടുതൽ ആസാമിലും ഏറ്റവും കുറവ് കേരളത്തിലുമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. UAE വാർത്തകൾ. 20ാമത് ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന റംസാൻ പ്രഭാഷണ പരിപാടിയിൽ ഇന്ന് SYS സംസ്ഥാന സെക്രട്ടറിയും മർക്കസ് ഡയറക്ടറുമായ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം ഹസരി പ്രസംഗിക്കുന്നതാണ്. രാത്രി 10 മണിക്ക് ഖിസൈസ് മുഹ്സിന മദീന മാളിന് പിൻവശത്തുള്ള ഇന്ത്യൻ അക്കാദമിക് ഓഡിറ്റോറിയത്തിലാണ് പ്രഭാഷണം ഒരുക്കിയിരിക്കുന്നത്. സന്തുഷ്ട ജീവിതത്തിന്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്നതാണ് പ്രഭാഷണ വിഷയം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 106 വർഷം പഴക്കമുള്ള വിശുദ്ധ കഅബയുടെ കിസ്വ ദാനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്നതിനായി ലേലം ചെയ്യാൻ ലക്ഷ്യമിട്ടാണ് ദാനം ചെയ്തിരിക്കുന്നത്.
യമനിലെ സമാധാന വീണ്ടെടുപ്പിന് ശേഷം UAE-യുടെ സൈനിക നീക്കം അവസാനിപ്പിക്കുന്നതായി UAE. അബുദാബി കിരീടാവകാശിയും സായുധസേന ഉപമേധാവിയുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനാണ് ട്വിറ്റർ അക്കൌണ്ടിലൂടെയാണ് വിവരം അറിയിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ വ്യവസായ വികസന സംഘടനയിൽ നിന്നുള്ള പ്രതിനിധികളെ UAE സാമ്പത്തിക മന്ത്രാലയം സ്വീകരിച്ചു. മന്ത്രാലയത്തിന്റെ ദുബായ് ആസ്ഥാനത്ത് ആഗോള ഉൽപാദന വ്യവസായവൽക്കരണ ഉച്ചകോടി സംഘാടക കമ്മിറ്റിയുമായി സംഘം കൂടിക്കാഴ്ചയും നടത്തി. കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള UAE ശിശു സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ ദിവസം മുതലാണ് രാജ്യത്തെ കുട്ടികളുടെ സമ്പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമം പ്രാബല്യത്തിലാക്കിയിരിക്കുന്നത്. UAE-യിൽ നിന്നുള്ള ഡോർ ടു ഡോർ കാർഗോ പ്രതിസന്ധി പൂർണ്ണമായും അവസാനിപ്പിച്ചതായി അന്താരാഷ്ട്ര കൊറിയർ കാർഗോ ഏജൻസി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം മെയ് മുതലാണ് കാർഗോ കൊറിയർ രംഗത്ത് പ്രതിസന്ധി ഉടലെടുത്തത്. വായനാ വർഷാചരണത്തിന്റെ ഭാഗമായി ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കായി വായനാമുറി സജ്ജീകരിച്ചു. മെയിൻ ടെർമിനൽ ബിൽഡിംഗിൽ ഡിപ്പാർച്ചർ ലോഞ്ചിനോട് ചേർന്നാണ് യാത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളും മാഗസിനുകളും തെരഞ്ഞെടുക്കാവുന്ന വിധത്തിൽ സാംസ്കാരിക വിജ്ഞാന വികസന മന്ത്രാലയം വായനാമുറി സംവിധാനിച്ചിട്ടുള്ളത്. KMIC ന്യൂസിനു വേണ്ടി അബുദാബിയിൽ നിന്നും ഇബ്രാഹിം ഏലേപ്പാറ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 20ാമത് ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ മത്സരത്തിൽ ഇന്ത്യയുടെ പ്രതിനിധി മഅദിൻ വിദ്യാർത്ഥി തിങ്കളാഴ്ച മാറ്റുരക്കും. ദിവസവും 1100ഓളം പേർക്ക് ഇഫ്താർ വിരുന്നൊരുക്കി മുഹിമ്മാത്തിന്റെ കാരുണ്യസ്പർശം. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മലയാള പ്രഭാഷണ വേദിയിൽ ഡോക്ടർ ഹക്കീം അസ്ഹരി ഇന്ന് പ്രഭാഷണം നടത്തും. കാന്തപുരം ഉസ്താദ് അടക്കം പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. തത്സമയം KMIC-യിൽ വഖഫ് ബോർഡ് നിയമനങ്ങൾ PSC-ക്ക് വിടും. വിപുലമായ പദ്ധതികൾക്ക് രൂപം നൽകും. മന്ത്രി KT ജലീൽ. പെരുമ്പാവൂർ ജിഷ വധക്കേസ്. കൊലയാളിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് ബംഗാളി സുഹൃത്ത് ജിഞ്ചൽ. പ്രതി കാക്കനാട് ജയിലിൽ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല UDF ചെയർമാൻ പദവി ഏറ്റെടുക്കും. ഗുജറാത്തിലെ ഗുൽബർഗ് കൂട്ടക്കൊല. 11 പ്രതികൾക്ക് ജീവപര്യന്തം. പ്രസവത്തോടനുബന്ധിച്ചുള്ള മരണനിരക്ക് കൂടിവരുന്നതായി ലോകാരോഗ്യ സംഘടന. ഓരോ 5 മിനിറ്റിലും ഒരു ഗർഭിണി വീതം മരണപ്പെടുന്നു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.